ഇന്ത്യയുടെ നയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണോ കോടതി ഇങ്ങനൊരു നിലപാടെടുത്തെന്ന് ചോദിച്ചാൽ അതിൽ പോലും വസ്തുതാപരമായ പ്രശ്നമുണ്ടെന്ന് കാണാം. ഒന്നാമത്, പോലീസിന് ഒരു സ്ഥലത്ത് നമുക്കൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാനോ ഒരു ഡെമോൺസ്ട്രേഷനോ നമ്മൾ അനുമതി ചോദിച്ചാൽ പോലീസ് അതിന് കാണുന്ന കാരണങ്ങൾ രാജ്യത്തിൻ്റെ നയവും അതുപോലുള്ള കാര്യങ്ങളെക്കാൾ ഉപരി ഒരു വലിയ തിരക്കേറിയ നഗരം, അല്ലെങ്കിൽ ഇപ്പോൾ സുരക്ഷാ കാരണങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമുള്ള സാങ്കേതികത്വം പറഞ്ഞാണ് പോലീസ് പലപ്പോഴും ഇതിനൊക്കെ അനുമതി നിഷേധിക്കുക. അപ്പോൾ പോലീസ് അനുമതി നിഷേധിക്കുന്നു. പോലീസിനൊരു കാരണം പറയാതെ നിഷേധിക്കാം. നിഷേധിച്ച ചരിത്രം എമ്പാടുമുണ്ട്. ഈ അടുത്ത കാലത്തും പല പരിപാടികളും പോലീസ് കാരണങ്ങളൊന്നും ഇല്ലാതെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി പരിശോധിക്കേണ്ടത് എന്താണ്? ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള അവകാശം എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട കോടതി, അല്ലെങ്കിൽ ഈ ട്രാഫിക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ, ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമോ പോലെയുള്ള കാര്യങ്ങൾ മാത്രം പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഒരു കോടതി അതിനപ്പുറം പോയിട്ട് നമ്മൾ ഈ ട്വിറ്റർ ഹാൻഡിലൊക്കെ കാണുന്ന സംഘപരിവാർ സ്വഭാവത്തിൽ വർത്തമാനം പറയുന്ന ഒരാളെ പോലെ അതിര് കവിഞ്ഞ പ്രയോഗങ്ങൾ നടത്തുകയാണ്. ഒന്നാമത്, കോടതി പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ സമരം ഇവിടെ ചെയ്യേണ്ടതാണോ പോലുള്ള ചോദ്യം ചോദിക്കുകയാണ്. കോടതി എന്താണ്, നേരത്തെ പറഞ്ഞ കോടതി എന്താണ് പരിഗണിക്കേണ്ടത്? ഒന്ന്, ഒരു കാര്യത്തിൻ്റെ ഒരു ലോജിക്കൽ വശം പരിശോധിക്കാം, നിയമപരമായ സംഗതികൾ പരിശോധിക്കാം, ഭരണഘടനാപരമായ വശങ്ങൾ പരിശോധിക്കാം. അതൊക്കെ പരിശോധിച്ചാലും നിലനിൽക്കാത്ത വാദങ്ങൾ കോടതി പറയുന്നു എന്നാണ് എനിക്കിതിനകത്ത് തോന്നുന്നൊരു കാര്യം. ഇന്ത്യൻ ഭരണഘടന തന്നെ അതിൻ്റെ ആർട്ടിക്കിൾ 91A പ്രകാരം പ്രതിഷേധിക്കാനുള്ള അവകാശം എടുത്തുയർത്തി പറയുന്നുണ്ട്. അത് ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതിഷേധിക്കണം, ഏതിൽ പ്രതിഷേധിച്ചുകൂടാ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല. പ്രതിഷേധിക്കാൻ എന്ന് വെച്ചാൽ രാജ്യസുരക്ഷ പോലെയുള്ള വലിയ വിഷയങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി ലോകത്തെവിടെയുമുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ഭരണഘടനാപരമായി ഒരു പൗരനുണ്ട്. അപ്പോൾ ഭരണഘടന നോക്കിയാലും നിയമം നോക്കിയാലും യുക്തി നോക്കിയാലും എല്ലാം കോടതി പറഞ്ഞ ഈ കാര്യം നിലനിൽക്കുന്ന ഒന്നല്ല. രണ്ടാമത്തേത്, നിങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെയും രാജ്യത്തിൻ്റെ നയങ്ങളെയും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും. അപ്പോൾ ഈ ഗസയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന ഒരു വലിയ ആഖ്യാനം കുറേ കാലമായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 ശേഷം പ്രത്യേകമായിട്ടും നരേന്ദ്രമോദി BJP അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം നമ്മൾ ഇസ്രയേൽ തമ്മിൽ ബായ് ആണ്, ഇസ്രയേലിൻ്റെ അപ്പുറത്തുള്ള ഫലസ്തീൻ നമ്മുടെ ശത്രുരാജ്യവും നമ്മൾക്കവരെതിരുമാണ് എന്ന നില ഇവിടെ കാര്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? ഇന്ത്യ ഒരു രാജ്യമായി മാറ്റപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം, അവരുടെ മനുഷ്യാവകാശം എന്നിവയെ മുൻനിർത്തിയുള്ളതാണ്. അത് ഏറ്റവും അവസാനം വരെ നമ്മൾ ലോകവേദികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഓഫ്കോഴ്സ് നമ്മൾ ഭീകരത പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഫലസ്തീൻ സ്റ്റേറ്റ്, ഫലസ്തീനിലെ മനുഷ്യരുടെ മനുഷ്യാവകാശം, അവരുടെ പൗരാവകാശം പോലുള്ള കാര്യങ്ങൾക്കകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണെന്ന് പറഞ്ഞ് പ്രോ ഫലസ്തീൻ നിലപാടുള്ള ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോഴും. അത് പ്രയോഗതലത്തിൽ നമ്മൾ എന്തുമാത്രം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് പലതരം തർക്കങ്ങളുടെ സാധ്യതയുള്ളപ്പോഴും ഇന്ത്യയുടെ നയം, അടിസ്ഥാന നയം ഫലസ്തീന് അനുകൂലമാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഇന്ത്യയിലൊരു കോടതി ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ഭംഗം ഉണ്ടാക്കുന്ന, അസ്വസ്ഥമാക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ കോടതിയെ സ്വാധീനിച്ചിട്ടുള്ള സംഗതി എന്താണ്? ഇവർ സമരം ചെയ്യുന്നു. ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നു? ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ഫലസ്തീന് വേണ്ടി സമരം ചെയ്യുന്നു. അപ്പോൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയല്ലോ കാണുന്നത്. ഒക്ടോബർ 7 ഹമാസ് എന്നൊക്കെയാണ് കാണുന്നത്. ഇസ്രായേലാവട്ടെ നമ്മുടെ സുഹൃത്ത് രാജ്യം, പ്രതിരോധ രംഗത്ത് പോലും നമ്മളിതായിപ്പോൾ മെച്ചപ്പെട്ട ബന്ധങ്ങൾ അവരായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. നമ്മളവിടെ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നു. നമ്മളവിടെ നിന്ന് ചാര കണ്ണുകളുടെ സോഫ്റ്റ്വെയറൊക്കെ, പെഗാസസ് ഒക്കെ വാങ്ങിക്കുന്നു. അപ്പോൾ അവരും നമ്മളും തമ്മിലാണ് ബന്ധം. മറ്റേത് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത വേറെ ഏതോ ഭീകര രാജ്യമാണെന്നുള്ള ട്വിറ്ററോ ഫേസ്ബുക്കോ വായിച്ച ഒരാൾ പറയുന്ന പരിമിതജ്ഞാനമുള്ള ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് കാണണം. രണ്ടാമത്, കോടതി എന്താണ് പറയുന്നത്? ഏതൊക്കെ വിഷയങ്ങളിൽ കേരളത്തിൽ, ഇന്ത്യയിലെ മനുഷ്യർ പ്രതിഷേധിക്കണം എന്ന് പറയുന്നത് കോടതി അതിനകത്തൊരു ലിമിറ്റ് കൊണ്ടുവരികയാണ്. ഇന്ന വിഷയങ്ങളിലെ പ്രതികരിക്കാൻ പാടുള്ളൂ, ഈ വിഷയങ്ങളിൽ പ്രതിഷേധിക്കരുത്. ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചോ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ സമരം നടത്തിയ DYFക്കാരെ നമുക്കറിയാം. വേറെ ഏതെല്ലാം വിദേശ വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം തന്നെയും വേറെ ഏതെല്ലാം വിദേശ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ പോയിട്ടുണ്ട്. അപ്പോൾ പൗരനോട് കോടതി പറയാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഇന്ന വിഷയങ്ങളെ സമരം ചെയ്യാൻ പാടുള്ളൂ, ഈ വിഷയങ്ങളിൽ ഇടാൻ പാടില്ല, ചില പ്രത്യേക രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുകയോ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുന്നത് ഒരർത്ഥത്തിലും നിയമപരമല്ല. കോടതി ഇവിടെ വലതുപക്ഷ സംഘപരിവാരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്നു. അതിനെ ചൊല്ലി പറയുന്ന അഭിപ്രായമാണ്. ഈ അഭിപ്രായവും ഈ നിരീക്ഷണവും ഒരു നിലയ്ക്കും നിയമപരമായി വാലിഡല്ല, യുക്തിസഹമല്ല, മനുഷ്യത്വപരം പോലുമല്ല കോടതി നടത്തുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തള്ളിക്കളയേണ്ട ഒന്നാണിത്. അതിനകത്ത് CPIM പോലൊരു പാർട്ടി എനിക്ക് പ്രത്യേകമായി പറയാൻ തോന്നുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുക്കുകയും സമരം ചെയ്യുകയും പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയും ഇന്ത്യയുടെയും ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ആ പാർട്ടി വിചാരിക്കുന്നത് വലിയ കാര്യമാണ്. നിരന്തരമായി ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പാർട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ PB നിരന്തരമായി കുറിപ്പുകൾ ഇറക്കുന്നു. ഏറ്റവും അവസാനം ഡിജിറ്റൽ പറയുന്നത് ഒരു ഷട്ട് ഡൗൺ പരിപാടി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും
ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഗസയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ അന്താരാഷ്ട്ര തലത്തിൽ വന്നപ്പോലും ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും അതിനെ എൻഡോസ് ചെയ്യുകയും അതിന് പ്രചാരണം കൊടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി അതിനകത്ത് നടത്തുന്ന ഇടപെടലുകളെ പ്രത്യേകമായി പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് പ്രത്യേകമായി പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ സെക്കുലറിസത്തിനും ഇന്ത്യയുടെ അടിസ്ഥാന നയത്തിനും വേണ്ടി നിലകൊള്ളുകയും അതിൻ്റെ പ്രചാരകരാവുകയും ചെയ്യേണ്ട പാർട്ടികൾ പോലും നിശബ്ദത അവലംബിക്കുന്നു. എന്തുകൊണ്ടാണ് അവലംബിക്കുന്നത് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ടുള്ള പുതിയൊരു നെഗറ്റീവിനകത്ത് കുടുങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഇത്തരം കക്ഷികൾ CPIM-നെ പോലുള്ള പാർട്ടികൾ നടത്തുന്ന ഇടപെടലുകളെ നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. ഇപ്പോൾ കോടതി വിധിക്കെതിരെയും അവർ ശക്തമായ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എല്ലാ അർത്ഥത്തിലും. ഇന്ത്യൻ വിദേശകാര്യ നയത്തിനെതിരാണെന്നുള്ള വാദം തെറ്റ്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന്മേൽ കോടതികൾക്ക് ഇങ്ങനെ ഇടപെടാമെന്നുള്ള വിചാരം കോടതിക്കുണ്ടെങ്കിൽ അതും തെറ്റാണ്. മറ്റൊന്ന്, പൗരൻ ഏതൊക്കെ വിഷയങ്ങളിൽ നോക്കൂ JP, 200-ലധികം രാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു കോടതിക്ക് മാത്രം പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ കാതലാണെന്ന് 2019 കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈക്കോടതി പറയാണ് ഇത് നിങ്ങൾ ലിമിറ്റ് ചെയ്ത് പ്രതിഷേധിക്കണമെന്ന്. അത് ഞാൻ വിചാരിക്കുന്നത് ആ ജഡ്ജിയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ സാധാരണ യുക്തിയെയോ ഏതെങ്കിലും നിലയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കാണേണ്ട കാര്യം. അത് നിശിതമായി എതിർക്കപ്പെടേണ്ടതാണ്.